5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ സ്കൂൾ തുറക്കുകയാണ്. പ്രവേശനോത്സവമാണ്. കേരളത്തിലാകെ എല്ലാ സ്കൂളുകളിലും പുത്തൻ ഉടുപ്പ്, പുതിയ പാൻറ്, പുതിയ നിക്കർ, പുതിയ ജട്ടി, പുതിയ ബനിയൻ, പുതിയ ബാഗ്, പുതിയ പെൻസിൽ, എല്ലാം പുതിയതാണ്. അവിടെ ചെല്ലുമ്പോൾ പുതിയ ടീച്ചർ, പുതിയ കൂട്ടുകാർ, വേണ്ട ബഹളമാണ്. 2 മാസക്കാലം സ്കൂൾ അടച്ചിട്ടതിന് ശേഷം, 3 മാസക്കാലം സ്കൂൾ അടച്ചിട്ടതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് എല്ലായിടത്തും പ്രവേശനോത്സവമാണ്. മുൻകാലങ്ങളിൽ ഞാൻ നിരവധി പ്രവേശനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നത്, ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ സുഭാഷിതം ചാനലിൽ പുതിയ ഒരു പരിപാടി ആരംഭിക്കുകയാണ്. കുട്ടീസ് വൈബ് എന്നാണ് ആ പരിപാടിയുടെ പേര്. അതായത് നമ്മുടെ കുട്ടികൾ, കേരളത്തിലെ കുട്ടികൾ എന്തറിഞ്ഞിരിക്കണം, നമ്മുടെ മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും സാറന്മാരുടെയും സമൂഹത്തിൻ്റെയൊക്കെ പരാതി, പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കുട്ടികൾ പഠിക്കുന്നില്ല, പിള്ളേർ കുസൃതിയായി പോകുന്നു, ചില കുട്ടികളെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ചില കുട്ടികൾ മദ്യം ഉപയോഗിക്കുന്നു, പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നു, അങ്ങനെ കുറച്ച് കുഞ്ഞ് പരാതികളൊക്കെ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ മോചിതമായി നമുക്ക് നല്ല മനോഹരമായ കുട്ടികളായി, നാളെയുടെ നല്ല കുട്ടികളായി വളരുന്നത് എങ്ങനെ, എന്തൊക്കെയാണ് പഠിക്കാൻ, കണക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാൻ, ഈസി ഇംഗ്ലീഷ്, അങ്ങനെ തുടങ്ങി മലയാളം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത, എല്ലാ കാര്യവും നമുക്ക് ഇന്ന് മുതൽ ഒരു വീഡിയോ കുട്ടീസ് വൈബ് എന്ന പേരിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എല്ലാ ദിവസവും കാണുക. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം, സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ ഇതിടണം, അധ്യാപകരെല്ലാം ഇത് പരമാവധി പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ കുട്ടീസ് വൈബ് എന്ന പേരിൽ ഇന്ന് മുതൽ ഒരു പരിപാടി ആരംഭിക്കുകയാണ്. ഇന്നാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ കൊച്ചു ക്ലാസ്സുകളിലാണെങ്കിൽ കുട്ടികൾ കരയും, അച്ഛനും അമ്മയെ കൊണ്ട് ചേർത്തിട്ട് പോകുമ്പോൾ കരയും. ഇന്ന് ഒരുപാട് കുട്ടികളെ ചേർത്തിട്ട് ആദ്യത്തെ ദിവസമായി അംഗൻവാടിയിലൊക്കെ കൊണ്ടുവിടുന്ന ദിവസമാണ്. അപ്പോൾ അതും ആ സമയത്ത് ഭയങ്കര കരച്ചിൽ, ബഹളം എല്ലാം ഇന്ന് കാണാം, പാട്ട്, ഡാൻസ് എല്ലാം കാണാം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ആത്മവിശ്വാസം വളർത്തുക. നിങ്ങൾ ജീവിതത്തിൽ ആത്മവിശ്വാസം വളർത്തണം, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക? മാതാപിതാക്കളും ഇത് കേൾക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ, വീട്ടിലുള്ളപ്പോൾ കുഞ്ഞു ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കവിത, ഒരു പാട്ട്, ഗാനം ഒക്കെ അവർ കേൾക്കുകയോ കാണുകയോ ചെയ്യട്ടെ. കുറച്ചവർ വായിക്കട്ടെ, അവർ ചെറിയ കളികളിൽ ഏർപ്പെടട്ടെ. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് അത് ഏർപ്പെട്ടാൽ മാത്രം പോരാ, അതിൽ നിന്ന് അവർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൂടി ചെയ്യിക്കണം. ഇപ്പോൾ അവരൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അവരോട് വായിച്ചതിനെക്കുറിച്ച് ഒന്ന് അഭിപ്രായം പറയണം. അല്ലെങ്കിൽ അതിനകത്തൊരു ചെറിയ കുറിപ്പ് എഴുതാൻ പറയണം. അല്ലെങ്കിൽ കഥ അവർ വായിച്ചാൽ കഥ പറഞ്ഞു തരാൻ പറയണം. ഒരു സിനിമ കണ്ടാൽ അതിൻ്റെ കഥ പറയാൻ പറയണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് ആക്ടിവിറ്റി കൂടി കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുക്കണം. അങ്ങനെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊരു അഭിമാന ബോധം വരും. ഞാനും ഒരു അംഗീകരിക്കപ്പെട്ട ആളാണെന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ അവരെ കൈയടിച്ച് അവർക്ക് നല്ല മധുരമൊക്കെ വാങ്ങിക്കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാവരും, പൈസയല്ല ഞാൻ പറഞ്ഞു, ഒരു ചെറിയ മുട്ടായി വാങ്ങിച്ച് കൊടുത്താലും അവർ ഹാപ്പി ആവും. അപ്പോൾ കുട്ടികളെ അങ്ങനെ അവരിൽ അറിയാതെ കോൺഫിഡൻസ് ലെവൽ വളർത്തിയെടുക്കണം. അവരെ സ്കൂളിലെ ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ പറയണം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ അവർ പങ്കെടുക്കും, കുഞ്ഞു പരിപാടികളായിരിക്കും, അതിൽ പങ്കെടുക്കാൻ പറയണം. സമ്മാനമൊന്നും കിട്ടാനല്ല. ചിലപ്പോൾ അവർക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു സമ്മാനം വാങ്ങി കൊടുക്കണം. മോളെ നീ പങ്കെടുക്ക്, നിനക്ക് സ്കൂളിൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ അച്ഛനമ്മ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് സ്കൂളിൽ പോയി പരിപാടി പങ്കെടുപ്പിക്കണം. നിങ്ങൾ സ്കൂളിൽ പോയതിനു ശേഷം നിങ്ങളെ ബന്ധുമിത്രാദികളിൻ്റെ 1-2 പേരെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകണം ഈ പരിപാടി കാണാൻ. അപ്പോൾ കുട്ടികൾ എത്ര മോശമായിട്ട് പെർഫോം ചെയ്താലും, റിസൾട്ട് ഉടനെ അറിയാൻ പറ്റില്ലല്ലോ, എത്ര മോശമായി പെർഫോം ചെയ്താലും നിങ്ങൾ അവിടെ ഇരുന്ന് കൈയടിക്കണം. എണീറ്റ് നിന്ന് കൈയടിച്ചാൽ വളരെ നല്ലത്. അങ്ങനെ 1-2 പേരൊക്കെ പോയി ചെയ്യുമ്പോൾ കുട്ടിയിൽ അറിയാതെ ഒരു എന്താ ചെയ്യുക, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നമ്മളൊരു മരം വെച്ചാൽ, ഒരു തൈ വെച്ചാൽ അതിന് വെള്ളമൊഴിക്കും, വളമൊഴിക്കും, അത് ഡ്രിം ചെയ്ത് കൊടുക്കും, ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുപോലെയാണ് കുട്ടികളിലെ സർഗ്ഗവാസന വളരാൻ, അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരാൻ, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏത് പ്രോജക്റ്റ് ചെയ്തു കൊണ്ടുവന്നാലും 99 മാർക്ക് വാങ്ങിക്കൊണ്ടുവന്ന കുട്ടിയോട് നീ എന്തേ 100 മേടിക്കാത്തതെന്ന് പറഞ്ഞ് വഴക്ക് പറയരുത്. 50 മാർക്ക് വാങ്ങിച്ച കുട്ടിയെയും അത് ബോധ്യപ്പെടുത്തണം, 99 വാങ്ങിച്ച കുട്ടിയെയും ബോധ്യപ്പെടും. അപ്പോൾ അവരെ താങ്ക്സ് പറഞ്ഞു, നീ ഇത്രയും മാർക്ക് വാങ്ങിച്ചല്ലോ എന്ന് പറഞ്ഞ് എത്ര കുറഞ്ഞ മാർക്ക് വാങ്ങിച്ച കുട്ടിയും അപ്പോൾ വഴക്ക് പറയരുത്. അപ്പോഴവർ ശരി, ഓക്കെ, നീ ഇത്ര മാർക്കല്ലേ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ കൂടെ നിൽക്കുകയും പിന്നീട് സമാധാനത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുട്ടികളിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അവർ വല്ലാതെ ശാസിച്ച് അവരിലുള്ള എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്തിയാൽ പിന്നെ ഒരു മുകുളം പോലും മുന്നോട്ട് വരികയില്ല. മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കുക.
കുട്ടികൾ ഇത് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യുവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വായിക്കാം, എഴുതാം, ചിത്രം വരയ്ക്കാം, കുറച്ച് എക്സർസൈസുകൾ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നല്ല ഭക്ഷണം കഴിക്കുക, പാചകത്തിൽ ഏർപ്പെടുക, പിന്നെ യാത്ര ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. മുതിർന്നവരോട് സംസാരിക്കുക, സംശയങ്ങൾ ചോദിക്കുക, മുതിർന്നവർക്ക് പാട്ടുപാടിയും കഥ പറഞ്ഞും കൊടുക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസം കൂട്ടുക. ഇന്ന് മുതൽ നിങ്ങൾ പുതിയ വിദ്യാർത്ഥികളാണ്. നന്നായി പഠിക്കുക, നല്ല കുട്ടികളാവുക, നല്ല മാർക്ക് വാങ്ങുക, നാടിനും വീടിനുമെല്ലാം നല്ല സമ്മാനം വാങ്ങുക. അങ്ങനെ നല്ല കുട്ടികളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പുതിയ വിശേഷങ്ങളുമായി കുട്ടീസ് വൈബ് വീണ്ടും വരുന്നതാണ്.